ശ്രീജിത്ത് കൂടി ചേരുന്നുണ്ട് നമുക്കൊപ്പം. ശ്രീജിത്ത്, മുഖ്യമന്ത്രി എത്തിക്കഴിഞ്ഞു, യോഗം ഉടൻ തന്നെ ആരംഭിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്, അങ്ങനെ തന്നെയാണ് അല്ലേ? തീർച്ചയായും ചെയ്തു. യോഗം ഉടൻ ആരംഭിക്കും. കാര്യങ്ങൾ വളരെ വേഗത്തിൽ കൊണ്ടുപോകണമെന്നാണ് സർക്കാർ തീരുമാനം. കാരണം തിരച്ചിൽ പുരോഗമിക്കുകയാണ്. അവിടെ കാലാവസ്ഥ ദുഷ്കരമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ല. എത്രയും വേഗം തിരച്ചിൽ തുടരണം. തിരച്ചിൽ പൂർത്തിയാകണം വേഗം തന്നെ. അത് നമ്മുടെ എല്ലാവരുടെയും ആവശ്യമാണ്. കാരണം ഇനിയും ഒരുപാട് പേരെ കണ്ടെത്താനുണ്ട്, അവരെ രക്ഷിക്കാനുണ്ട്. ആ അർത്ഥത്തിൽ ഇതുവരെ 1700ഓളം പേരെയാണ് രക്ഷപ്പെടുത്തിയത്. ഇനി ഏതാണ്ട് 300ഓളം പേരെ കാണാതായിട്ടുണ്ട് എന്നാണ് പ്രാദേശിക ഭരണകൂടം നൽകുന്ന വിവരം. അവരെ കൂടി കണ്ടെത്തി വളരെ വേഗം തിരച്ചിൽ അവസാനിപ്പിക്കണം. ഈ രക്ഷാദൗത്യം വളരെ വേഗം അവസാനിപ്പിക്കണം. അതിനായുള്ള ശ്രമമാണ് നടക്കുന്നത്. മുഖ്യമന്ത്രി രാവിലെ 10:30 തന്നെ അവിടെ എത്തി. അതിനുശേഷം ഉടൻ തന്നെ ഉന്നതതല യോഗം ചേരും. മന്ത്രിമാരെല്ലാവരും അവിടെയുണ്ട്. ആരോഗ്യമന്ത്രി തുടങ്ങി. ഈ യോഗത്തിൽ നിർണായക തീരുമാനങ്ങൾ ഉണ്ടാകും. കാരണം സൈന്യത്തിന്റെ ഏകോപനം, അതിനൊപ്പം തന്നെ അവിടെ നിൽക്കുന്ന രക്ഷാപ്രവർത്തനം. കാരണം ഫയർഫോഴ്സിന്റെയും കേരള ഫയർഫോഴ്സിന്റെ ഒരു പ്രത്യേക സംഘം, 2 ടീമായിട്ടുള്ള സംഘം കൂടി അവിടേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. കാരണം കൂടുതൽ രക്ഷാപ്രവർത്തകർ, സൈനികർ ആ രൂപത്തിലുള്ള സേനകളെല്ലാം അവിടെ ആവശ്യമാണ്. കാരണം വലിയ രൂപത്തിലുള്ള ചെളി അടിഞ്ഞൊരു പ്രദേശത്ത് എത്രയധികം ആളുകൾ രക്ഷാപ്രവർത്തനം നടത്താൻ കഴിയുമോ ആ രൂപത്തിലാണ് സർക്കാർ ആലോചിക്കുന്നത്. കാരണം തിരച്ചിൽ വളരെ വേഗം പൂർത്തിയാക്കണം. ഇനിയും മണ്ണിനടിയിൽ ആരെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ അവരെ പുറത്തെത്തിക്കണം. കാരണം ഇനിയും കുടുങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ അത് രക്ഷാപ്രവർത്തനത്തെ ദോഷകരമായി ഒരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ല. നമുക്കറിയാൻ കഴിയുന്നത് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഇപ്പോൾ കണ്ണൂർ വിമാനത്താവളത്തിൽ എത്തി. അവർ റോഡ് മാർഗം വയനാട്ടിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. ഏതാണ്ട് 1 മണിയോടുകൂടി അവർ മേപ്പാടിയിലെത്തും. അതോടെ 11:30 സർവകക്ഷി യോഗവും വിളിച്ചിട്ടുണ്ട്. അതിൽ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ, ഉന്നത ഉദ്യോഗസ്ഥർ, ഈ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്ന സൈന്യത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർ എല്ലാവരും അവിടെ ഉണ്ട്. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഇനി ത്തിലാക്കേണ്ടതിന്റെ അതിന്റെ സാധ്യത എന്ന് പറയുന്നത് ബെയിലി പാലം പൂർണ്ണമാക്കുക എന്നുള്ളതാണ്. ഏതാണ്ട് അതിന്റെ 90% പൂർത്തിയായി കഴിഞ്ഞു എന്നാണ് നാം മനസ്സിലാക്കുന്നത്. ഇനി അതിന് പ്ലാറ്റ്ഫോം ഇടുക കൂടി മാത്രമേ ബാക്കിയുള്ളൂ. ആ പ്ലാറ്റ്ഫോം കൂടി ഇടുന്നതോടുകൂടി കൂടുതൽ വാഹനങ്ങൾ അതുവഴി കടന്നുപോകും. സൈന്യത്തിന്റെ വാഹനങ്ങൾ, സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ വാഹനങ്ങൾ കടന്നുപോകും. കൂടുതൽ മെഡിക്കൽ ഉപകരണങ്ങൾ കടന്നുപോകും. ഭക്ഷണ സാധനങ്ങൾ കൊണ്ടുപോകാൻ കഴിയും. അതോടുകൂടി രക്ഷാപ്രവർത്തനം കൂടുതൽ വേഗത്തിലാക്കുകയും ഈ തെരച്ചിൽ വേഗം പൂർത്തിയാക്കി ഈ ദുരന്തത്തിന്റെ ആധിക്യത്തിൽ നിന്ന് ആ പ്രദേശത്തെ രക്ഷപ്പെടുത്തിയെടുക്കുക എന്നൊരു ദൗത്യം കൂടിയാണ് ഇവർക്ക് എല്ലാവർക്കും സേതു. അങ്ങനെ തന്നെയാണ് ശ്രീജിത്ത്. ഈ ഒരു നാടിനെ കൈപിടിച്ചുയർത്തുക, അത് തന്നെയാണ് എല്ലാവരുടെയും മുന്നിലുള്ള വഴികൾ. പക്ഷേ നമ്മൾ ഈ പറയുന്ന പോലെ ഈ ദൗത്യം ഒട്ടും എളുപ്പത്തിൽ പൂർത്തിയാകുന്ന ഒന്നല്ല. ഈ ദൃശ്യങ്ങൾ നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഒരു ഭാഗത്ത് ആ വലുതായി കാണുന്ന ദൃശ്യം അവിടുത്തെ ആകാശ ദൃശ്യമാണ്. ആ ഭാഗത്തെ ഉരുൾപൊട്ടലുണ്ടായ മേഖലയിലെ ആകാശ ദൃശ്യമാണ്. അത് കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാകും ഒരു നാട് ഒന്നാകെ ഒലിച്ചുപോയ ഒരു സ്ഥലമാണ്. കണ്ടില്ലേ, ഇവിടെ ഈ ഭാഗത്ത് ഈ ചെളി നിറഞ്ഞു കിടക്കുന്ന ഭാഗമൊക്കെ അവരുടെ വീടുകളുണ്ടായിരുന്നു. അവിടെ ഒത്തിരി മനുഷ്യർ ജീവിച്ചിരുന്ന സ്ഥലമാണത്. വീടുകളും അവരുടെ ആശുപത്രികളും ആരാധനാലയങ്ങളും ഒക്കെ ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ്. ഇതിനെയെല്ലാം, ഈ നാടിനെ പുനരുജ്ജീവിപ്പിക്കണമെങ്കിൽ അത് ഒട്ടും എളുപ്പമായിട്ടുള്ള കാര്യമല്ല. ഏറെ ശ്രമകരമായിട്ടുള്ള, എങ്ങനെയാണ് അതിനെ ഇനി പഴയ രൂപത്തിലാക്കിയെടുക്കുക എന്ന് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. അത് ഇന്ന് മുഖ്യമന്ത്രിയുടെ യോഗത്തിനൊക്കെ ശേഷമായിരിക്കും ഇതിലൊക്കെ ഒരു തീരുമാനം ആയി വരിക, പുനരധിവാസം അടക്കമുള്ള കാര്യങ്ങളിലൊക്കെ.